ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂളിയൻ ഫംഗ്ഷൻ ആൻഡ് ട്രൂത്ത് ടേബിൾസ്. എന്താണ് ബൂളിയൻ ഫംഗ്ഷൻ, എന്താണ് ട്രൂത്ത് ടേബിൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബൂളിയൻ ആൾജിബ്ര എന്താണെന്ന് പറഞ്ഞിരുന്നു, ടു വാല്യൂഡ് ബൂളിയൻ ആൾജിബ്ര എന്താണെന്ന് പറഞ്ഞിരുന്നു, തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്രയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത് ബൂളിയൻ ഫംഗ്ഷനും ട്രൂത്ത് ടേബിളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബൂളിയൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത്. ഇത് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാത്സിൽ ഇക്വേഷൻസ് ഒക്കെ കാണാറില്ലേ, അതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈനറി വാല്യൂസ് ആയിരിക്കും. നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നതും ഒരു ബൈനറി വാല്യൂ ആയിരിക്കും. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 0യും 1ഉം ആയിരിക്കും. റിസൾട്ടായിട്ട് കിട്ടുന്നതും എന്തായിരിക്കും, 0യും 1ഉം ആയിരിക്കും. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോജിക് സർക്യൂട്ടിലും കമ്പ്യൂട്ടർ സയൻസിലൊക്കെയാണ്. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട്സ്, ലോജിക് സർക്യൂട്ട്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെഷീൻസ്, ഡിവൈസസ്, അതിനകത്തൊക്കെയാണ് നമ്മൾ ഇത്തരം ബൂളിയൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ബേസിക്കായിട്ട് 3 ടൈപ്പിലുള്ള ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ബൂളിയൻ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൂളിയൻ ആൾജിബ്രയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിൻ്റെ ഭാഗം തന്നെയാണ് ഇതും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്ററാണ്. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള 2 ഇൻപുട്സും 1 ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഔട്ട്പുട്ട് 1 വരുള്ളൂ, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. എക്സാമ്പിൾ എ ആൻഡ് ബി, അല്ലെങ്കിൽ അത് നമ്മൾ എ ഡോട്ട് ബി എന്നാണ് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് 1 ആവേണ്ടത് എപ്പോഴാണ്, എയും ബിയും 1 ആവുന്ന കേസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിൻ്റെ റിസൾട്ട് 1 ആവുള്ളൂ. പിന്നെ വരുന്നത് ഓർ ഓപ്പറേറ്ററാണ്. ഈ ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് 1 ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സാമ്പിൾ എ പ്ലസ് ബി എന്നോ എ ഓർ ബി എന്നോ നമുക്ക് എഴുതാവുന്നതാണ്. ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഏതെങ്കിലും ഒന്ന് എയോ ബിയോ 1 ആയി തന്നെ റിസൾട്ട് 1 ആയിരിക്കും. രണ്ടും 0 ആവുന്ന കേസ് മാത്രമേ റിസൾട്ട് 0 ആവുള്ളൂ. പിന്നെ വരുന്നതാണ് നോട്ട്. നോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അത് ഇൻവേർട്ട് ചെയ്യും. അതായത് 0 ആണ് കൊടുത്തതെങ്കിൽ 1 ആണ് റിസൾട്ട് കിട്ടുക, 1 ആണ് കൊടുത്തെങ്കിൽ 0 ആണ് റിസൾട്ട് കിട്ടുക. അതായത് നോട്ട് എ, എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് റിസൾട്ട് കിട്ടുക. അടുത്തതായിട്ട് ട്രൂത്ത് ടേബിൾസ്. അപ്പോൾ നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഓപ്പറേറ്റേഴ്സും ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. പക്ഷേ അതിനകത്ത് എന്താ നടക്കുന്നത്, ബൈനറി വാല്യൂസിൻ്റെ ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുക. റിസൾട്ട് കിട്ടുന്നതും എന്തായിരിക്കും, ഒരു ബൈനറി വാല്യൂ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സാണ് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമ്മളവിടെ പഠിച്ചു. ഒന്ന് ആൻഡ് ഓപ്പറേറ്റർ, പിന്നൊന്ന് ഓർ ഓപ്പറേറ്റർ, പിന്നൊന്ന് നോട്ട് ഓപ്പറേറ്റർ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ട്രൂത്ത് ടേബിൾസ് ആണ്. ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബൂളിയൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ഇപ്പോൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ള ഔട്ട്പുട്ടുകൾ അതിന് അവൈലബിൾ ആണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രൂത്ത് ടേബിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇൻപുട്ട് കോമ്പിനേഷൻസ് ഒക്കെ കൊടുക്കും, എന്നിട്ട് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് നമ്മൾ അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യും. അതാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആൻഡ് ട്രൂത്ത് ടേബിളാണ്. അവിടെ നമ്മൾ എക്കും ബിക്കും, ഇവിടെ നിങ്ങൾക്ക് ഈ ടേബിൾ കണ്ടാൽ മനസ്സിലാവും, എക്കും ബിക്കും നമ്മൾ ആദ്യം 0 0 എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 0 തന്നെ കിട്ടി. പിന്നെ എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു, അതിൻ്റെ റിസൾട്ട് 0 കിട്ടി. പിന്നെ എക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു, അതിൻ്റെ റിസൾട്ടും 0 കിട്ടി. പിന്നെ എക്കും ബിക്കും 1 കൊടുത്തു, അതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടി, 1 കിട്ടി. ഇതാണ് ആൻഡ് ട്രൂത്ത് ടേബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെല്ലാ ഇൻപുട്ട് കോമ്പിനേഷൻസും പോസിബിലിറ്റീസുള്ള കോമ്പിനേഷൻസൊക്കെ കൊടുത്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട് വരുന്നത്, അതാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഓർ ട്രൂത്ത് ടേബിളാണ്. അതായത് എയും ബിയും അതേപോലെ തന്നെ എ ഓർ ബി. എക്കും ബിക്കും ആദ്യം എന്ത് കൊടുത്തു, 0 0 എന്ന് കൊടുത്തു. അപ്പോൾ റിസൾട്ട് എന്ത് കിട്ടും, 0 കിട്ടും. പിന്നെ എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. അപ്പോൾ റിസൾട്ട് എന്ത് കിട്ടി, 1 കിട്ടി. പിന്നെ എക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു, അപ്പോഴും റിസൾട്ട് 1 കിട്ടി. കാരണം ഏതെങ്കിലും ഒന്ന് 1 ആയാൽ തന്നെ റിസൾട്ട് 1 ആയിരിക്കും കേട്ടോ. പിന്നെ എക്കും ബിക്കും 1 കൊടുത്ത കേസ്, അപ്പോൾ എന്ത് കിട്ടി, റിസൾട്ട് 1 കിട്ടി. അപ്പോൾ ഇവിടെ 3 കേസിൽ നമുക്ക് റിസൾട്ട് 1 കിട്ടി.
അതിൽ കാരണം ഓർ ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒന്ന് 1 ആയാൽ തന്നെ റിസൾട്ട് 1 ആകുമെന്നുള്ളതാണ്. പിന്നെ വരുന്നത് നോട്ട് ട്രൂത്ത് ടേബിളാണ്. ഇതിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ എ 0 ആണെങ്കിൽ എ നോട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ എ 1 ആണെങ്കിൽ എ നോട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ്. ഇതിനകത്ത് പിന്നെ കുറേ കോമ്പിനേഷൻസ് ഒന്നും വരാനില്ല. നമ്മൾ കൊടുത്ത ബൈനറി വാല്യൂ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് അതേ നോട്ട് ട്രൂത്ത് ടേബിളിൻ്റെ കേസിൽ നടക്കാനുള്ളൂ. ഇനി അടുത്ത് വരാനുള്ളത് കോംപ്ലക്സ് ബൂളിയൻ ഫങ്ഷൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ബൂളിയൻ ഫങ്ഷൻസ് ആയിരുന്നു. ബേസിക് ആയിട്ട് ആകെ ആൻഡും ഓറും നോട്ടും മാത്രമേ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് പലപ്പോഴും വരുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു ബേസിക് തിയറംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വേർഷൻ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അത്തരം കോംപ്ലിക്കേഷൻസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ബൂളിയൻ ഫംഗ്ഷൻ്റെ കോമ്പിനേഷൻസ് വരുമ്പോഴാണ്. അതായത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് വരുന്ന ബൂളിയൻ ഫംഗ്ഷൻസ് ഒരുപാട് ടൈപ്പുകളുണ്ട്. എഫ് ഈക്വൽ ടു എ ആൻഡ് ബി ഓർ സി എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ജി ഈക്വൽ ടു എ ഓർ ബി ആൻഡ് നോട്ട് സി. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയൊരു കോമ്പിനേഷൻ ആവാം. അതായത് എ ഡോട്ട് ബി ഓർ സി പ്ലസ് എ ഓർ ബി ഡോട്ട് നോട്ട് സി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത്രയും ലെങ്ത്തുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബൂളിയൻ ഫങ്ഷൻസും പോസിബിളാണ്. അങ്ങനെ ആകുമ്പോൾ അതൊക്കെ നമ്മൾ നമ്മളുടെ റൂൾസ്, ലോസ്, പ്രിൻസിപ്പിൾസ്, തിയറംസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബൂളിയൻ ഫങ്ഷൻ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. അതായത് ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. നമ്മുടെ ലോജിക് സർക്യൂട്ട്സ്, നമ്മുടെ ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സ്, ഡിവൈസിൻ്റെ മൊത്തത്തിലുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് പഠിക്കുമെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി അപ്ലിക്കബിളി പെർഫോം ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബൂളിയൻ ഫങ്ഷൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മളിന്ന് പഠിച്ചത് ബൂളിയൻ ഫങ്ഷൻസും ട്രൂത്ത് ടേബിൾസും ആയിരുന്നു. ബൂളിയൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മാത്തമാറ്റിക്കൽ ഫങ്ഷൻ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ബൈനറി വാല്യൂസാണ് ഓപ്പറേറ്റ് ചെയ്യുക. റിസൾട്ട് കിട്ടുന്നതും ഒരു ബൈനറി വാല്യൂ ആയിരിക്കും. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോജിക് സർക്യൂട്ടിലും കമ്പ്യൂട്ടർ സയൻസിലൊക്കെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബൂളിയൻ ഓപ്പറേറ്റേഴ്സാണ്. മെയിനായിട്ടുള്ളത് ആൻഡ്, ഓർ, നോട്ട് ഒക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. കാരണം ഓരോന്നിൻ്റെയും ഇൻപുട്ട് കോമ്പിനേഷൻസ് വെച്ചിട്ട് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ടേബിൾ റെപ്രസെൻറ്റേഷൻ ചെയ്യും. അങ്ങനെ ആൻഡ്, പിന്നെ ഏതാണ് ഓറ്, പിന്നെ നോട്ട്, ഇങ്ങനെ 3 ചെയ്യും. പിന്നെ പറയുന്നത് നമ്മളിങ്ങനെ ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാലും ആക്ച്വലി ബൂളിയൻ ഫങ്ഷൻസ് ഓരോ ഡിവൈസിൻ്റെ കേസിൽ വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ബൂളിയൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ബൂളിയൻ ഫങ്ഷൻസ് ആണ് വരിക. അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻസിലും പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഗേറ്റ്സുകളാണ് പഠിക്കാനുള്ളത്. നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കോൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.